വിസ ആപ്ലിക്കേഷന് ചെല്ലുമ്പോൾ രണ്ട് പുതിയ ചോദ്യങ്ങൾ കൂടി വന്നിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾ പീഡനങ്ങൾ വല്ലതും അനുഭവിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യും, നിങ്ങൾക്ക് വിസ തരത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ വിസ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് കാര്യം. അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ ഏതെങ്കിലും രീതിയിൽ വന്നതിന് ശേഷം അഭയം തേടുന്ന ആ പ്രവണത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ പേര് ഇങ്ങോട്ട് വരരുത്, അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ തുടരരുത് എന്നുള്ളതാണ് കൃത്യമായ ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ആളുകൾ വന്നിട്ട് പിന്നെ അമേരിക്കയിലും അമേരിക്കൻ അതിർത്തിയിലും വന്നിട്ട് അഭയം ചോദിക്കും, ഞങ്ങളുടെ രാജ്യത്ത് പീഡനങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ അഭയാർത്ഥികളായി വരുന്നവരെ ഇങ്ങോട്ട് കയറ്റാതെ മെക്സിക്കോയിൽ തന്നെ നിർത്താനാണ് ഇപ്പോഴത്തെ ഉത്തരവ്. അവർ മെക്സിക്കോയിൽ നിന്ന് അവരെ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തരായിട്ട് വന്നിട്ട് അവർക്ക് അനുവദിച്ചിരിക്കുന്ന ആ സമയത്താണ് അവരിവിടെ വന്ന അപേക്ഷ പരിഗണിക്കുമ്പോഴാണ് വരേണ്ടത്. അതുവരെ അവിടെ മെക്സിക്കോയിൽ തുടരണം. അപ്പോൾ അങ്ങനെയല്ല, ഇവിടെ വന്നാൽ അമേരിക്കൻ അതിർത്തിയിൽ വന്നാൽ അവരെ കയറ്റിവിടണം എന്നുള്ള രീതിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അവരെ അങ്ങനെ അവിടെ തടഞ്ഞ് നിർത്തരുത്. അവർക്ക് അഭയം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അഭയാർത്ഥികളായിട്ട് വരാനും അഭയം ചോദിക്കാനുമുള്ള അവകാശം അമേരിക്കൻ നിയമം അനുസരിച്ചുണ്ടെന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അപ്പീൽ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ആളുകൾ ഇങ്ങനെ അഭയം ചോദിക്കാൻ വേണ്ടി ഇവിടെ വരരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ രണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പ്രത്യേകിച്ചും സിഖുകാരായിരുന്നു ഒരു കാലത്ത്. പിന്നീട് ഇപ്പോൾ ഗുജറാത്തികൾ പോലും ഞങ്ങൾക്ക് അവിടെ രക്ഷയില്ലാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അഭയം ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ എന്താണ് പ്രശ്നം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് അത് കുറവുള്ളത്. നമുക്കാർക്കും അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല നമ്മൾ വന്നത്. ഇവിടെ ഇപ്പോൾ ഇത്തിരിയുടെ സാമ്പത്തികമായിട്ട് ഇത്തിരിയുടെ പലതും കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല, നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ ചിന്താഗതിയിലേക്ക് മാറുകയും ചെയ്തു. നമ്മൾ മുമ്പൊരിക്കൽ ഞാൻ ഒരു ഷോയിൽ പറഞ്ഞതുപോലെ തന്നെ ജോഗ്രഫി ഈസ് ഡെസ്റ്റിനി. അവിടെ നമ്മൾ വലിയ ഇടതുപക്ഷക്കാരും വലിയ വിപ്ലവകാരികളും ഒക്കെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ നേരെ തിരിച്ചു മാറി. നമ്മൾ ഇറാനെതിരെയായി, ഗ്രീൻലാൻഡ് നമുക്ക് വേണം, ഇങ്ങനെ അവിടെ നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ എതിരായിരുന്നു തന്നെ നമ്മൾ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിന്താഗതിയും മാറിപ്പോയി. നമ്മൾ എവിടെ ജീവിക്കുന്നു അതനുസരിച്ച്. എന്തായാലും ഇപ്പോൾ ഈ അഭയം തേടുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ വന്നവർക്ക് വിസ നിഷേധിക്കുമ്പോൾ ആർക്കും ഇങ്ങോട്ട് അഭയം ചോദിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് സംരക്ഷകർ, അതിൻ്റെ വക്താക്കൾ പറയുന്നത്. അത് ശരിയായ കാര്യമല്ല. അമേരിക്ക എപ്പോഴും ഇങ്ങനെയുള്ള അഭയാർത്ഥികളെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ എഴുതി വച്ചിരിക്കുന്നത് തന്നെ എന്താണ്? ആ പോയം, ആ കവിത, മൂന്നാല് വരി എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ദുർബലരെയും ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും പീഡിതരെയും ഒക്കെ എനിക്ക് തരിക, അവരെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്നാണ് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പ് അങ്ങനെയുള്ളവരെ അടിച്ചമർത്തുമ്പോൾ അവരെ ഇങ്ങോട്ട് വിട്ടേരെ, അവരെ എനിക്ക് തരിക, ഈ നാട്ടിലേക്ക് വരട്ടെ, അവർ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മനുഷ്യാവകാശവും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ അവർ നേടട്ടെ ഈ രാജ്യത്ത് വന്ന് എന്നാണ് പറയുന്നത്. അതിന് നേരെ തിരിച്ചുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുർബലരെയും അഭയം ആവശ്യപ്പെടുന്നവരെയും ആഗ്രഹിക്കുന്നവരെയും ആവശ്യപ്പെടുന്നവരെയും അർഹതയുള്ളവരെയും അവരെ ഒന്നും ഇങ്ങോട്ട് വേണ്ട, അവരൊക്കെ അവിടെ അടിച്ചമർത്തപ്പെട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളണം. അപ്പോൾ അമേരിക്കയുടെ ആ ഒരു അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ആ ഒരു വലിയ ആ മഹാമനസ്കതയുടെ ഒരു രാജ്യമെന്നുള്ള ആ സ്ഥിതിയാണ് മാറിപ്പോകുന്നത്. അമേരിക്കയെ പറ്റിയുള്ള ഒരു സങ്കല്പം തന്നെ മാറിപ്പോവുകയാണ് ചെയ്തത്. ഈ ബൈഡൻ്റെ അവസാന കാലത്ത് 2024 40,000 പേരാണ് അഭയത്തിന് അപേക്ഷ കൊടുത്തത്. 40,000 പേര്. പക്ഷേ കഴിഞ്ഞ മാസം 26 പേരാണ് അപേക്ഷ കൊടുത്തത്. കാരണം കൊടുത്തിട്ട് കാര്യമില്ലെന്നറിയാം. ഇവിടെ വന്ന അപേക്ഷയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വരുന്നവർ തന്നെ കുറഞ്ഞു. അതിന് പുറമെയാണ് ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ കാര്യങ്ങൾ. അപ്പം വിസായ്ക്ക് പോകുന്നവരത് ശ്രദ്ധിച്ചുകൊള്ളുക. ഇങ്ങനെയുള്ള രണ്ട് ചോദ്യം കൂടെ വന്നാൽ അതിന് യെസ് എന്ന് എഴുതിയാൽ പോയി, നോ എന്ന് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കും. അപ്പം തിരിച്ചു വരുന്നതിന് ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടല്ല നമ്മൾ പോകുന്നത്, അമേരിക്കയെ കാണാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയാണ് പോകുന്നത് എന്ന് തന്നെ ഉറപ്പായിട്ട് പറയേണ്ടി വരും. ഇനി അവിടെ കള്ളം പറഞ്ഞ് ഇവിടെ തിരിച്ചു വരിക, അവിടെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അഭയത്തിന് അപേക്ഷ കൊടുത്താലോ? അപ്പം വിസ ഫ്രോഡ് എന്ന് പറഞ്ഞ് നമുക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും, തിരിച്ചയക്കാൻ പറ്റും. കാരണം വിസയുടെ സമയത്ത് കള്ളത്തരം പറഞ്ഞു. അപ്പോൾ കള്ളത്തരം പറഞ്ഞവരെ തിരിച്ചയക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ വന്നാലും പ്രശ്നം തന്നെ. എങ്ങനെ വന്നാലും ആളുകൾ ഇവിടെ വരാതിരിക്കണം, വന്നവരെ തിരിച്ചയക്കാനും
ഒക്കെയുള്ള പഴുതുകളാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ചിലർ പറയുന്നത് ഈ ഒരു നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ ആ 1930-കളിൽ ഈ യഹൂദന്മാർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം നിങ്ങളോട് ജർമ്മനിയിൽ നിന്നുള്ളൊരു യഹൂദനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അയാൾ പറയും എനിക്ക് പറ്റും എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ നിങ്ങളിവിടെ പീഡനം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എന്നയക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയക്ക് വിസ നിഷേധിക്കും. അപ്പോൾ അവരാരും വരില്ലായിരുന്നു അന്ന്. അതുപോലെ തന്നെ റഷ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഒട്ടേറെ പേര് സക്കാറോവ്, നോബൽ സമ്മാനം കിട്ടിയ സക്കാറോവ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പീഡനവും അവിടെ ഇല്ല, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ ആ ചരിത്രം ഒക്കെ മറന്നു പോകുന്നു ഇങ്ങനെയുള്ള ഉത്തരവുകളൊക്കെ വരുമ്പോൾ എന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ്സും ഇമിഗ്രേഷനും ഒക്കെയുള്ള വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിശയിക്കാനില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത് വിസാപേക്ഷകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.